അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി തങ്ങൾ പറഞ്ഞു എന്നത് വലിയ സുന്നത്താണ്. എന്താ പറഞ്ഞത്? സിയാമു യൗമി അറഫ, അറഫ ദിവസത്തിൽ ഒരു നോമ്പുണ്ട്. ഹാജിമാർക്കില്ല, ഹജ്ജിൽ പങ്കെടുക്കാത്തവർക്ക് ഒരു നോമ്പുണ്ട്. അറഫ നോമ്പ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുക. ആ നോമ്പ് ഇന്നി അഹ്തസിബു അലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് ആ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നു. അയ്യുകഫിറ സനതല്ലതി ഖബ്ല, ഒരു വർഷം മുമ്പ് കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം ആ നോമ്പ് കൊണ്ട് പൊറുക്കപ്പെടും. വസ്സനതല്ലതി ബഅദ, ഒരു വർഷം ഇനി വരാനിരിക്കുന്ന പാപങ്ങളും പൊറുക്കപ്പെടും. 2 വർഷക്കാലത്തെ പാപം പൊറുക്കപ്പെടുന്ന ഒറ്റ പകലിലെ നോമ്പിന്റെ പേരാണ് അറഫ നോമ്പ്. ആരപ്പ എടുക്കേണ്ടത്? നമ്മുടെ വീട്ടിലത്തെ മുഴുവൻ ആളുകളും. ഇതാണ് ഇസ്ലാമിലെ സുന്നത്തായ നോമ്പ്. ആ നോമ്പ് എന്നത് നബി തങ്ങൾ അത്ര ശക്തവത്തായി പഠിപ്പിച്ച ഹദീസുകൾ ധാരാളമുണ്ട്. മക്കയിലെ സമയവുമായി നമുക്കതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് നോമ്പെടുക്കാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? അവിടുത്തെ ദിവസവും അവിടുത്തെ സമയവും ഒരുപാട് വ്യത്യാസമുണ്ട്. അവിടുത്തെ 2.5 മണിക്കൂർ നമ്മളും അവരും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് കണക്കാക്കി നമുക്ക് നോമ്പെടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ മുൻഗാമികളെല്ലാം ഓരോ നാട്ടിലും എന്നാണോ ദുൽഹിജ്ജ 9 അന്ന് അവർ നോമ്പെടുക്കണം. നമുക്ക് ഇപ്പോഴല്ലേ ടിവിയിൽ ഇങ്ങനെ ലൈവും ഫോണിലൊക്കെ അറഫയിൽ നിൽക്കണതൊക്കെ കാണാൻ തുടങ്ങി. ഇതൊന്നും കാണാത്ത കാലത്ത് ഹജ്ജ് ഉണ്ടായിരുന്നല്ലോ, അന്നും അറഫ നോമ്പുണ്ടായിരുന്നല്ലോ. അപ്പൊ അവരെങ്ങനെ നോമ്പെടുത്തിയത്? ആ നാട്ടിലെ ദുൽഹിജ്ജ 9 പരിഗണിച്ചിട്ടാ. ഇപ്പൊ ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഓരോ കാണുമ്പോൾ ഇങ്ങനെ രസം, നമ്മൾ അറഫയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണ്ടേ, ആജിമാരോടൊരു ഐക്യം വേണ്ടേ? ഐക്യം വേണം. അതിനാണ് ദുൽഹിജ്ജ 9 എന്ന് പറയുന്ന ദിവസം ഏത് രാജ്യക്കാർക്കും ഐക്യപ്പെടാൻ പറ്റുന്ന മേഖലയാണ്. അവിടെയാണ് സുന്നത്തും അതാണ് ശരിയും അതാണ് പണ്ഡിത ലോകത്ത് മുഴുവൻ ആളുകളും ഐക്യപ്പെട്ട വിഷയമെന്ന് ബോധ്യപ്പെടുക. ദുൽഹിജ്ജ 9ന്റെ പ്രഭാതം മുതൽ അയ്യാമുത്ത ശരീക്കിന്റെ പെരുന്നാളിന്റെ 3-ാം പെരുന്നാളിന്റെ അസർ വരെ ധാരാളമായി തക്ബീർ ചൊല്ലാൻ നമ്മുടെ മനസ്സിൽ ഒരുക്കമുണ്ടാകണം.